അമ്മുമ്മ കഥകൾ. ഹലോ കുഞ്ഞുസുകളെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമുക്ക് കുറച്ച് പഠിച്ചാലോ? നമുക്ക് മലയാള അക്ഷരമാലകള് പഠിക്കാം. കുറച്ചു നാൾ മുന്നേ നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചല്ലേ? ആ, ആ, ഈ. ഇന്ന് നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കാം. അപ്പോ നമുക്ക് എന്താന്ന് നോക്കിയാലോ? കാ 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 ഘ നഖം ഘ നഖം ഗ ഗജം ഗ ഗജം. ഗജം എന്ന് പറഞ്ഞാൽ ആന. ഇനി ഘ മേഘം ഘ മേഘം, ആകാശത്തിൽ കാണുന്ന മേഘങ്ങൾ. ങ മാങ്ങ ങ മാങ്ങ, പഴങ്ങളുടെ രാജാവാണ് മാങ്ങ. മധുരമുള്ള പഴമാണ് മാങ്ങ. ച ചന്ദ്രൻ ച ചന്ദ്രൻ, രാത്രി ആകാശത്ത് കാണുന്ന വെള്ളിക്കിണ്ണം പോലെ തിളങ്ങുന്ന അമ്പിളിയമ്മാവനാണ് ചന്ദ്രൻ. ച ഛായ ഛ ഛായ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കുടിക്കുന്ന ചായയല്ല കേട്ടോ കുഞ്ഞുസുകളെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ ചായയുണ്ട് അല്ലെങ്കിൽ അച്ഛന്റെ ചായയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ അമ്മയെ പോലെയോ അച്ഛനെ പോലെയാണോ ഇരിക്കുന്നതെന്ന് കേട്ടോ. ഇനി ജായാണ്. ജ ജനൽ ജ ജനൽ. ച ചഷം ച ചഷം. ചഷം എന്ന് പറഞ്ഞാൽ മീൻ. ഞ ഞണ്ട് ഞ ഞണ്ട്, കടൽ തീരത്ത് കാണുന്ന വശങ്ങളിലേക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന ജീവിയാണ് ഞണ്ട് കേട്ടോ. ഇനി ഡായാണ്. ഡാ കുട ഡാ കുട. ഠ പീഠം ഠ പീഠം. പീഠം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം. ഇരിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റൂളോ കസേരയോ അതിനെയാണ് പീഠം എന്ന് പറയുന്നത്. ഇനി ഢ ഢ ഢമരു ഢ ഢമരു. ഡമരു എന്ന് പറഞ്ഞാൽ ഒരു വാദ്യോപകരണമാണ്. നിങ്ങൾ ചെണ്ടയൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു വാദ്യോപകരണമാണ് ഢമരു. ഇനി ഠ ഢോൽ ഠ ഢോൽ. ഢോൽ എന്ന് പറഞ്ഞാൽ ഇതും ഢമരു ചെണ്ട പോലത്തെ ഒരു വാദ്യോപകരണം തന്നെയാണ് കേട്ടോ. ഇനി ണ ണ മണി ണ മണി. ത തത്ത ത തത്ത. ധ രഥം ധ രഥം. ദ ദീപം ദ ദീപം. ധ ധനുസ് ധ ധനുസ്. ധനുസ് എന്ന് പറഞ്ഞാൽ വില്ല്. അമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് വില്ല്. പണ്ടൊക്കെ യുദ്ധം ചെയ്യുന്നതും വേട്ടയാടുന്നതെല്ലാം ഈ വില്ലുപയോഗിച്ചിട്ടായിരുന്നു. വില്ലെന്ന് പറഞ്ഞാൽ ധനുസ്. ഇനി ന നായ ന നായ. പ പന്ത് പ പന്ത്. ഫ ഫലം ഫ ഫലം. ഫലം എന്ന് പറഞ്ഞാൽ പഴങ്ങൾ. ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ പഴങ്ങൾ. ബ ബലൂൺ ബ ബലൂൺ. ഭ ഭൂമി ഭ
ഭൂമി. മ മയിൽ. മ മയിൽ. യ കയർ. യ കയർ. ര രാത്രി. ര രാത്രി. ല ഇല. ല ഇല. വ വാഴ. വ വാഴ. ശ ശലഭം. ശ ശലഭം. ശലഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂമ്പാറ്റ. ഷ മഷി. ഷ മഷി. സ സിംഹം. സ സിംഹം. ഹ ഹാരം. ഹ ഹാരം. ഹാരം എന്ന് പറഞ്ഞാൽ മാല. ള തവള. ള തവള. ഴ മഴ. ഴ മഴ. റ പറവ. റ പറവ. പറവ എന്ന് പറഞ്ഞാൽ പക്ഷി. ഇനി ഇക്ഷ വൃക്ഷം. ക്ഷ വൃക്ഷം. വൃക്ഷം എന്ന് പറഞ്ഞാൽ മരം. വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ മരങ്ങൾ. ഇനി നമുക്ക് എല്ലാ അക്ഷരങ്ങളും ഒന്നുകൂടെ നോക്കിയാലോ. ക ഖ ഗ ഘ ങ. ച ഛ ജ ഛ ഞ. ഡ ഠ ഡ ഠ ന. ത ഥ ധ ധ ന. പ ഫ ബ ഭ മ. യ ര ല വ ശ ക്ഷ സ ഹ ള ഴ റ ക്ഷ. ഇനി നമുക്കിത് കുറച്ച് വേഗത്തിൽ പറഞ്ഞു നോക്കിയാലോ. ക ഇഖ ഗ ഇഖ ങ. ച ഇച്ഛ ജ ഇച്ഛ ഞ. ട ഇട്ട ഡ ഇട്ട ണ. ത ഇത്ത ദ ഇത്ത ന. പ പ ഭ ഭ മ. യ ര ല വ ശ. ഷ സ ഹ ള ഴ റ ക്ഷ. കുറച്ച് കടുപ്പമാണല്ലേ. പക്ഷേ ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് പഠിച്ചാൽ വളരെ ഭംഗിയായി ഈസി ആയിട്ട് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ പഠിക്കാൻ പറ്റും കേട്ടോ. നമുക്കിനി വേറെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതെല്ലാം വേറെ വേറെ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം കേട്ടോ. പുതിയ അറിവുമായി പിന്നെ കാണാം. എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കണേ. എൻ്റെ കുഞ്ഞുസുകളെ എല്ലാവരും നന്നായിട്ട് കളിക്കണം. പിന്നെ കുറച്ചു നേരം വായിക്കണം. അറിവ് നേടാൻ കുറച്ചു നേരം നമ്മളൊരു ദിവസം വായിക്കണം. അറിവാണ് ഏറ്റവും വലിയ ശക്തി. അപ്പോൾ നിങ്ങൾ അറിവ് നേടാൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം. പുസ്തകങ്ങളെല്ലാം വായിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ. ടേക്ക് കെയർ.